യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യമായി ലാസർ എന്നൊരു വ്യക്തിയെ കുറിച്ച് പറയുന്നത്. ലാസറിന് ഒരു ദീനം വന്നപ്പോഴാണ് പലരും അറിയുന്നത്. ഇങ്ങനെ ഒരു മനുഷ്യൻ മാർത്തയുടെ മറിയുടെ വീട്ടിലുണ്ടായിരുന്നു. ചില പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മളെ തകർക്കാനല്ല, നാലാളെ അറിയാനാ. അതുവരെ എത്ര നല്ല കാര്യം ചെയ്താലും ആരും അറിയത്തില്ല. ഈ ദീനം വന്നത് കാരണം വീട്ടിലറിഞ്ഞു, ആ ഗ്രാമത്തിലറിഞ്ഞു. 2 നാഴിക ദൂരത്തിരുന്ന യേശുവിരുന്ന ഇടം വരെ ഈ വാർത്ത എത്തി. എന്താണ് വാർത്ത? ബഥാനിയിലുള്ള നിനക്ക് പ്രിയനായ ലാസറിന് ദീനമായി കിടക്കുന്നു എന്ന് വെച്ചാൽ 11-ാം അധ്യായത്തിൽ ദീനം വന്ന ലാസറിന്റെ വീട്ടിൽ 4-ാമത്തെ ദിവസം യേശു വന്നപ്പോൾ അറിയുന്നു ദീനം വന്നവൻ മരിച്ചു. മരിച്ചിട്ട് ഉയർപ്പിക്കുന്നത് വരെ ലോകം ലാസറിനെ വിളിക്കുന്നത് ബഥാനിയിലുള്ള ഈ സഹോദരൻ ജനിച്ചത് മുതൽ ഇവൻ അറിയപ്പെടുന്നത് ബഥാന്യക്കാരനായ ലാസർ, അല്ലെങ്കിൽ മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ അനുജനായ ലാസർ. ഇങ്ങനെ ലോകം ഇവനെ അറിയുന്നേ. എന്നാൽ 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ലാസർ അറിയപ്പെടുന്നത് ബഥാന്യക്കാരനായ ലാസർ എന്നല്ല, യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ വാർത്ത ബഥാനിന്ന. കഴിഞ്ഞ നാളുകൾ വരെ നീ അറിയപ്പെട്ടത് നിന്റെ കുടുംബത്തിന്റെ പേരില, നീ അറിയപ്പെട്ടത് നിന്റെ ദേശത്തിന്റെ പേരില, നീ അറിയപ്പെട്ടത് നിന്റെ ഗ്രാമത്തിന്റെ പേരില, നീ അറിയപ്പെട്ടത് നിന്റെ പട്ടണത്തിന്റെ പേരില, നിന്റെ രാജ്യത്തിന്റെ പേരില. പക്ഷെ എന്റെ കർത്താവ് മുൻപിൽ കിടക്കുന്ന ആ പേരിനെ പിൻപിലേക്ക് ആക്കത്തക്കവണ്ണം നിന്റെ ജീവിതത്തിലേക്ക് ഒരു ദൈവ പ്രവൃത്തിയെ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്താൻ, ഒരു മഹത്വത്തെ വെളിപ്പെടുത്താൻ എന്റെ കർത്താവിന് കഴിയും.